രുചി വൈവിധ്യങ്ങളാൽ നിങ്ങളുടെ മനസ്സിനെ കീഴടക്കാൻ സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര. പരിസ്ഥിതി സ്നേഹം എന്തെന്നറിയാൻ ഷൊർണൂരിലെ അംബ്രോസിന്റെ വീട്ടിലെത്തണം. ഓലമേഞ്ഞ മേൽക്കൂരയും ഇരിക്കാൻ മരക്കഷണം, വരുന്നവർക്ക് കുടിക്കാൻ ശംഖുപുഷ്പം ചായ, കഴിക്കാൻ ഇലയടയും, അണിയാൻ നെയ്ത വസ്ത്രങ്ങളും. പരിസ്ഥിതി സ്നേഹത്തിലൂടെയുള്ള അംബ്രോസിന്റെയും കുടുംബത്തിന്റെയും ആ വൈവിധ്യങ്ങളുടെ കഥ ഒന്ന് കാണാം. ഭാരതപ്പുഴയോരത്ത് പച്ചപ്പിന്റെയും നെൽവയലുകളുടെയും സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന ആനാരിക്കുന്നിന്റെ നെറുകിലേക്കെത്തി ഉലയുന്ന മുളം കൂട്ടങ്ങൾക്കും ചെമ്പരത്തി ചെടികൾക്കും ഇടയിലൂടെ ഒന്ന് നോക്കിയാൽ ഫാർമേഴ്സ് ഷെയർ എന്ന കുഞ്ഞ് ബോർഡ് കാണാം. അതിനകത്തേക്ക് കയറിയാൽ തുണിയിൽ ചെമ്പരത്തിച്ചായം മുക്കിയ താളുകളിൽ അക്കത്തിൽ മലയാളം കലണ്ടർ, അടുക്കളയിലെ പാത്രങ്ങളിൽ പൂക്കളും കൊണ്ടാട്ടങ്ങളും, പൂക്കൾ കൊണ്ടുള്ള പാനീയങ്ങളും, വീടിന് സമീപത്ത് നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടത്തിന്റെ മേൽക്കൂരയാകട്ടെ വൈക്കോൽ കൊണ്ടും. ഇത്തരത്തിൽ പരിസ്ഥിതി സംരക്ഷണം എന്തെന്ന് ജീവിതത്തിലൂടെ കാണിക്കുകയാണ് മുണ്ടായ സ്വദേശിയായ അംബ്രോസും കുടുംബവും. നഗരജീവിതത്തിന്റെ അസ്വസ്ഥതകളോട് യാത്ര പറഞ്ഞ് 9 വർഷങ്ങൾക്ക് മുൻപാണ് കൊച്ചി വൈപ്പിനിൽ നിന്നും അംബ്രോസും കുടുംബവും ഷൊർണൂരിലെത്തുന്നത്. ഭാര്യ മിനിയും മക്കളായ അമലും അഖിലും ഉൾപ്പെടുന്ന കുടുംബത്തിന് പ്രകൃതിക്കിണങ്ങിയ ജീവിതമായിരുന്നു ഇഷ്ടം. അങ്ങനെ എത്തിപ്പെട്ടതാവട്ടെ ഭാരതപ്പുഴയുടെ തീരത്തെ മുണ്ടായ ഗ്രാമത്തിൽ. പുഴയോരത്തായുള്ള 10 ഏക്കർ സ്ഥലത്ത് പ്രകൃതിക്കിണങ്ങിയ ഒരു പാർപ്പിടമൊരുക്കി. തീരുമാനിക്കുന്ന ഒരു ധാർമ്മിക ബോധം നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതിനകത്ത് ആ ചൂട് പിടിച്ച് പോകാൻ ഒക്കും. നമ്മൾ പ്ലാസ്റ്റിക്കിനെതിരെ നമ്മൾ ഉപരോധം പ്രഖ്യാപിക്കുമ്പോൾ പ്ലാസ്റ്റിക് എന്നൊരു വസ്തു മനുഷ്യജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും അതിന്റെ സ്വാധീനമുണ്ട്. പക്ഷെ അത് എത്രത്തോളം നമുക്കത് കുറയ്ക്കാൻ പറ്റുമെന്ന് ആലോചിച്ചാൽ നമുക്ക് സാധ്യവുമാണ്. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്ലാസ്റ്റിക് ഒരു വലിയൊരു വിരുദ്ധ പ്രവർത്തനമായിട്ട് മുന്നിൽ വെക്കണം എന്ന് വിചാരിച്ചാൽ അതിന്റെ അപകടം ഇന്ന് അനുഭവിക്കുന്നതുകൊണ്ട് നമുക്കതൊരു വലിയൊരു വിഷയമാണ്. നമ്മൾക്ക് ഒഴിവാക്കാൻ പറ്റുന്ന അത്ര പ്ലാസ്റ്റിക്കുകൾ നമുക്ക് ഒഴിവാക്കാൻ സാധ്യമാണ് നമ്മളുടെ വീടുകളിൽ. ഒരു മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിനകത്ത് അവൻ കൊണ്ടു നടക്കുന്ന ഒരു സഞ്ചി ഉപയോഗിച്ചാൽ പോലും ഇന്ന് പാരിസ്ഥിതിക പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഒരാൾക്ക് ജീവിക്കാൻ പറ്റും. മനുഷ്യർ ഉപയോഗിച്ച ഉപേക്ഷിച്ച വസ്തുക്കളും ഉണക്കപ്പുല്ലുകളും മരമില്ലുകളിൽ ബാക്കിയായ തടിക്കഷ്ണങ്ങളും ചെറുപുല്ലുകളുമൊക്കെ ചേർത്തു വെച്ചുള്ളതാണ് കെട്ടിടം. ഭക്ഷണ ശൈലിയിലും വൈവിധ്യങ്ങളേറെ. വീട്ടിലെത്തുന്ന അതിഥികളെ സ്വീകരിക്കാൻ ശംഖുപുഷ്പം കൊണ്ടുള്ള ചായയും ഇലയടയും ഉൾപ്പെടെ നാടൻ രുചിക്കൂട്ടുകൾ. സമീപ പ്രദേശത്തെ കർഷകരിൽ നിന്നും ശേഖരിക്കുന്ന നെല്ലും കാർഷിക വിഭവങ്ങളും ഉപയോഗിച്ചാണ് ഉച്ചഭക്ഷണം. മായം കലരാത്ത മസാല കൂട്ടുകളില്ലാത്ത ഭക്ഷണക്രമമാണിവിടെ. ഏറ്റവും കുറച്ച് വെള്ളം ഉപയോഗിക്കാമെന്ന് തീരുമാനിക്കുന്ന ഒരാൾക്ക് അയാളൊരു പരിസ്ഥിതി പ്രവർത്തനം. ഏറ്റവും ഭക്ഷണം വേസ്റ്റ് ചെയ്യാതെ എനിക്ക് ജീവിക്കാൻ പറ്റും എന്ന് തീരുമാനിക്കുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തനം. അത്രയും മൂല്യമുണ്ട് അതിനൊക്കെ. അപ്പൊ നമ്മളുടെ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും മറികടന്ന അത്യാഗ്രഹങ്ങളായിട്ട് നമ്മളുടെ ആഗ്രഹങ്ങൾക്കും അപ്പുറത്ത് ആവശ്യങ്ങൾക്കും അപ്പുറത്ത് നമ്മൾ അത്യാഗ്രഹങ്ങളിലേക്ക് മോഹങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള ജീവിതം ജീവിക്കുമ്പോഴാണ് നമ്മൾ അടിസ്ഥാനപരമായിട്ട് പാരിസ്ഥിതിക പ്രതിസന്ധികളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. സമൂഹത്തെ, മനുഷ്യനെ, മറ്റ് എല്ലാത്തിനെയും ആ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ പ്രധാന കാരണം നമ്മളുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനല്ല, നമ്മളുടെ മോഹങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള ജീവിതം ജീവിക്കുന്നതിലൂടെയാണ് നമ്മൾ അപകടപ്പെടുന്നത്. നമ്മൾ ഏറ്റവും വലിയ മൺപാത്രങ്ങളിൽ വെള്ളം, ഉരുളിയിൽ ഇരിപ്പിടം, മരത്തടിയിൽ ഊഞ്ഞാൽ, ഓലമേഞ്ഞ ഇരിപ്പിടങ്ങൾ, അങ്ങനെ പ്രകൃതിയുമായി ഇഴുകിച്ചേരുന്നവയെല്ലാം ഈ വീട്ടിലുണ്ട്. വീടിനു ചുറ്റും നിറയെ പൂക്കളും ചെടികളും. പ്രകൃതിയെ നോവിക്കുന്ന ഒന്നും തന്നെ വീട് നിർമ്മാണത്തിനായി ഇവർ ഉപയോഗിച്ചിട്ടില്ല. വീടിനു ചുറ്റും കാണുന്ന മിനി ഹട്ട് ഹൌസുകളും ഊഞ്ഞാലുകളും മറ്റ് അലങ്കാരങ്ങളുമെല്ലാം മരങ്ങളും പാഴ്വസ്തുക്കളും കല്ലുകളും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത്. സമൂഹ മാധ്യമങ്ങളിലൂടെ ഇവരുടെ ജീവിതത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ അനവധി പേരാണ് ഇവരുടെ ജീവിതത്തെ പഠിക്കാൻ ഷൊർണൂരിലേക്ക് എത്തുന്നത്. ഒരു പരിസ്ഥിതി ദിനം കൂടി കടന്നു പോകുമ്പോൾ അംബ്രോസിന് പറയാനുള്ളത് സ്വന്തം ജീവിതം തന്നെയാണ്. റൈറ്റ് വിഷൻ ന്യൂസ്, ഷൊർണൂർ.
പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര. ഇന്ത്യൻ, അറബിക്, ചൈനീസ് വിഭവങ്ങളും ജ്യൂസ്, ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും. ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും. കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു. കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് MSN ഓഡിറ്റോറിയത്തിന് എതിർവശം തോന്നൂർക്കര. ഫോൺ 9447 062266.